സാർ, ഇന്ത്യക്കെതിരെ 4 റോഹിംഗ്യൻ സേനകളെ ISI തയ്യാറാക്കി വെക്കുന്നു. വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ ഇത്? അതെ, ഇവിടെയൊന്നും അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇതിൻ്റെ പേര് ഫോർ ബ്രദേഴ്സ് അലയൻസ് എന്നാണ് ഈ സഖ്യത്തിൻ്റെ പേര്. ഇത് ഫോർ ബ്രദേഴ്സ് അലയൻസ് എന്ന് പേരിടാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, മ്യാൻമാറിൽ 3 ബ്രദർഹുഡ് അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സഖ്യം 2019 ഫോം ചെയ്തിരുന്നു. ആ 3 ബ്രദർഹുഡ് അലയൻസിൽ ഉണ്ടായിരുന്നത് 3 സേനകളാണ്. ഒന്ന് അരക്കൻ ആർമി, 2 മ്യാൻമാർ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആർമി, പിന്നെ താങ് നാഷണൽ ലിബറേഷൻ ആർമി. ഇങ്ങനെ 3 കക്ഷികൾ ചേർന്നിട്ട് അവിടുത്തെ പട്ടാള ഭരണകൂടത്തിനെതിരെ, ഓങ് സാൻ സൂക്കിക്ക് ശേഷം വന്ന പട്ടാള ഭരണകൂടത്തിനെതിരെ പോരാടാൻ വേണ്ടി. ഇപ്പോൾ പൊതുവെ അരക്കൻ ആർമി ഒറ്റയ്ക്കാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിൻ ആർമി ഉണ്ട്, ചിൻ മേഖലയിലെ. ഇത് രണ്ടുമാണ് ശക്തമായിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ടിപ്പോൾ ഈ സഖ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പേര് 3 ബ്രദർഹുഡ് അലയൻസ് എന്നായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ്റെ ചാരസംഘടന ISI ആണ് ഈ 4 റോഹിംഗ്യൻ സേനകളുടെ ഒരു സഖ്യം ബംഗ്ലാദേശിലെ കോക്സ് ബസാർ ആസ്ഥാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കോക്സ് ബസാർ മ്യാൻമാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ പ്രദേശത്തുള്ള സ്ഥലമാണ്. ഈ ഒരുപാട് ഡ്രഗ്, ആയുധം തുടങ്ങിയ സംഗതികളുടെയൊക്കെ കച്ചവട കേന്ദ്രവുമാണ് കോക്സ് ബസാർ. കാരണം ഈയിടെ അരക്കൻ ആർമി മറ്റേ കപ്പലൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചരക്കുമൊക്കെ വരേണ്ടതുമൊക്കെ കോക്സ് ബസാറിലേക്കും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഫോർ ബ്രദേഴ്സ് അലയൻസ് എന്നുള്ളതിൻ്റെ അകത്ത് ISI ഉണ്ടാക്കിയിരിക്കുന്ന ഈ 4 റോഹിംഗ്യൻ സേനകളുടെ സഖ്യം. ആ 4 സേനകൾ ഇവയാണ്. അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി, ഇത് അവിടുത്തെ പട്ടാള ഭരണകൂടത്തിനോട് ചേർന്ന് അരക്കൻ ആർമിക്കെതിരെ റഖീൻ സ്റ്റേറ്റിലൊക്കെ പോരാടിയിരുന്ന ആർമിയാണ്. അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി ARSA. റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ RSO. ഇസ്ലാമി മഹസ് എന്ന് പറയുന്ന അരക്കൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സ്. ഇതൊക്കെ മ്യാൻമാറിൽ നിന്ന് പലായനം ചെയ്തു വന്നവരാണ്, അരക്കൻ്റെ മുമ്പിൽ രക്ഷയില്ലാതെ. ANDP, അത് അരക്കൻ റോഹിംഗ്യ ആർമി ARA. ഈ 4 സംഘടനകളുടേതാണ് ഈ ഫോർ ബ്രദേഴ്സ് അലയൻസ് ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 4 സംഘടനകൾ, ഫോർ ബ്രദേഴ്സ് അലയൻസ്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗം ഉണ്ടല്ലോ, നോർത്ത് ഈസ്റ്റ്, പ്രത്യേകിച്ച് ഈ മണിപ്പൂർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ അവിടെ പോയി അലമ്പുണ്ടാക്കണം എന്നുള്ളതാണ് പാകിസ്ഥാൻ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതിനെ ഇപ്പോൾ റോഹിംഗ്യ ആർമി എന്നാണ് വിളിക്കുന്നത്. ഈ 4 സേനകളെയും കൂടി റോഹിംഗ്യൻ ആർമി. അതായത് ഇന്ത്യക്കെതിരെ ഒരു റോഹിംഗ്യൻ ആർമി പാകിസ്ഥാൻ സൃഷ്ടിപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് സംഭവം. കോക്സ് ബസാറിൽ ഈ 4 സേനകളുടെയും യോഗം ചേർന്നു. അതിൽ മ്യാൻമാറിൽ നിന്നുള്ള അഭയാർത്ഥികളും പങ്കെടുത്തിരുന്നു. കാരണം ഈ സേനകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ക്യാമ്പുകൾ ഉണ്ടല്ലോ കോക്സ് ബസാറിൽ, ഈ റോഹിംഗ്യൻ ക്യാമ്പുകൾ. ഈ ക്യാമ്പുകളിൽ നിന്നുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രൂപമൊക്കെ കാണും. ഓൾറെഡി ഇത് സേനകളായതുകൊണ്ട് അത്യാവശ്യം ആയുധമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ പറഞ്ഞു വിടാം. ഇതല്ലാതെ വേറെ ഉപജീവന മാർഗവും അവർക്കില്ല. ISI ഇതിന് മേൽനോട്ടം വഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മറ്റേ ട്രെയിനിങ്ങിന് എന്ന് പറഞ്ഞ് ISI വരുന്നുണ്ടല്ലോ, പട്ടാളം ഫെബ്രുവരി മുതൽ കരാറൊപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും കൂടിയൊക്കെ ട്രെയിനിങ് കൊടുക്കുമായിരിക്കും. ഈ ജിഹാദികൾക്ക് പുറമെ ആണ് ഇപ്പോൾ റോഹിംഗ്യന്മാർ കൂടി ഈ കൂട്ടത്തിൽ വരുന്നത്. റോഹിംഗ്യകൾ നുഴഞ്ഞു കയറി കഴിഞ്ഞപ്പോൾ നോർത്ത് ഈസ്റ്റിലും ധാരാളം റോഹിംഗ്യകൾ വന്നിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്ത്, അസം, മണിപ്പൂര്, ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവര്. അപ്പൊ അവിടെ ഓൾറെഡി ഉള്ള റോഹിംഗ്യകൾക്ക് സ്ഥലപരിചയം നന്നായിട്ടുണ്ടല്ലോ. അതെ, അവർ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവന്ന് ഇവരുമായിട്ട് ബന്ധിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു കണക്ഷൻ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ISIയെ ബംഗ്ലാദേശികൾ ധാരാളമായിട്ട് ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, ISI മേധാവി അസിം മാലിക് ധാക്കയിൽ വന്ന് വേറെ 3
പട്ടാള മേധാവികളും, ഒരു ലഫ്റ്റനന്റ് ജനറലും 3 മേജർ ജനറൽമാരും. അവര് രംഗ്പൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലിഗുരി അടുത്ത് രംഗ്പൂർ ജില്ലയിൽ പോയി സ്ഥലമൊക്കെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഈ സിലിഗുരി കോറിഡോർ പിടിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ശക്തികൾ. അപ്പോൾ ISIയുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ കഴിഞ്ഞ കൊല്ലം ഡിസംബർ 25 ക്രിസ്മസ് മുതൽ ഇതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കോക്സ് ബസാറിൽ മ്യാൻമാറിലും പട്ടാളം മ്യാൻമാറിലെ ഭരണം പിടിക്കണമെന്നും ഇവർക്ക് ആഗ്രഹമുണ്ട്. നടക്കുന്ന കാര്യമല്ല. അരക്കൻ ആർമിക്കെതിരെ പോരാടണം എന്നൊക്കെയാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ DGFI, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സസ് ഇൻ്റലിജൻസ്, അതായത് ബംഗ്ലാദേശിലെ ചാരസംഘടന, ബംഗ്ലാദേശിലെ ISI എന്ന് പറയാം. അവര് നേരത്തെ ഈ ARSA എന്ന് പറഞ്ഞൊരു സംഘടനയുടെ കാര്യം പറഞ്ഞില്ലേ, അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി, അതിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ RSO എന്ന് പറഞ്ഞ സംഘടന, റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ. ഇപ്പൊ രണ്ടും കൂടി ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്നു. അതാണ് ലഷ്കർ-e-തൈബ, ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ്. ലഷ്കർ-e-തൈബയ്ക്കും ജമാഅത്ത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, ഈ 2 സംഘടനകൾക്കുമാണ് ഈ റോഹിംഗ്യ ആർമിയുടെ പരിശീലന ചുമതല കൊടുത്തിരിക്കുന്നത്. റോഹിംഗ്യൻ പ്രതിസന്ധി ഉണ്ടായല്ലോ മ്യാൻമറിലൊക്കെ. ആ സമയത്ത് ഈ ഹാഫിസ് സയ്യിദ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഹാഫിസ് സയ്യിദാണല്ലോ ഈ ലഷ്കർ-e-തൈബയുടെ മേധാവി. അയാളിപ്പോ പുറത്ത് പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തിരുന്നു 2 മാസം മുമ്പ്. അപ്പോൾ അയാളാണ് പരിശീലനമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. റോഹിംഗ്യൻ ആർമിയുടെ എന്ന് പറഞ്ഞാൽ ISI ആണ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇവരായിരിക്കും ഈ മുമ്പിൽ നിൽക്കുന്ന സംഘടനകൾ എന്നേ ഉള്ളൂ. അപ്പോൾ ബംഗ്ലാദേശ് പൊതുവെ ഒരു താലിബാൻ രാജ്യമായിട്ട് മാറുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതായത് പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറിപ്പോകും അല്ലേ? ഇന്നലെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞില്ലേ 2026 ബംഗ്ലാദേശ് ഇറാഖ് പോലെയോ ലിബിയ പോലെയോ ഒക്കെ ആയി അവസാനിക്കുന്ന. 2024 അമർ ബംഗ്ല ബോയ് എന്ന് പറഞ്ഞ ഈ കുട്ടികളുടെ ആദ്യ പാഠപുസ്തകം ഉണ്ടല്ലോ, അതാണ് അമർ ബംഗ്ല ബോയ്. അതില് ഈ വീട്ടുകാര്യങ്ങൾ ആദ്യം ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠത്തില് പുരുഷനും സ്ത്രീയും കൂടി സഹകരിച്ചാണ് വീട്ടുകാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടായിരുന്നു ആദ്യ പാഠപുസ്തകത്തില് അമർ ബംഗ്ല ബോയ്. ആ പാഠപുസ്തകത്തിൽ ഇപ്പോൾ പുതിയ പതിപ്പില് വീട്ടുകാര്യങ്ങൾ സ്ത്രീകളാണ് ചെയ്യേണ്ടത് അങ്ങനെയുണ്ട് എന്ന് മാറ്റിയിട്ടുണ്ട്. അതാണ് ബംഗ്ലാദേശ് താലിബാനാകുന്നു എന്നുള്ളതിൻ്റെ സിലബസ് ഭയങ്കരമായിട്ട് മാറുന്നു. ബംഗ്ലാദേശിലിപ്പോൾ ഇസ്ലാമിക ഭീകരർ മാത്രമല്ല, റോഹിംഗ്യകളും കൂടി അതിൻ്റെ കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ. സാർ, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളോട് ചേർന്നൊക്കെയാണല്ലോ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പ്രത്യേക ക്യാമ്പുകളിലൊക്കെ. അപ്പോൾ അവിടേക്ക് ഈ അമേരിക്ക എയ്ഡ് കൊടുക്കുകയും അമേരിക്കയുടെ പൈസ കൊണ്ട് ബംഗ്ലാദേശിൽ കഴിയും ഈ റോഹിംഗ്യനുള്ള സാമ്പത്തിക സഹായം എത്തുകയും ചെയ്തു. ഇപ്പോൾ 90 ദിവസത്തേക്ക് അവർ ആ സഹായം അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഈ റോഹിംഗ്യൻ ആളുകൾ പുറത്തേക്ക് വരണം. സ്വാഭാവികമായിട്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കുകയോ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയോ ചെയ്യണം. അപ്പോൾ പാകിസ്ഥാനും പൈസയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഇവരെ മുന്നോട്ട് നയിക്കുക? അല്ല, പാകിസ്ഥാൻ്റെ ഒരു വിചാരം ആഗോള ഈ പറഞ്ഞ പോലെ ഭീകര സംഘടനകൾ ഇപ്പം ഒരു ഭീകര രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഭീകര സംഘടനകൾ ഈ ഡ്രഗ് കച്ചവടമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം കോക്സ് ബസാർ തന്നെ ഉദാഹരണമാണ്. പാകിസ്ഥാനും അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ കപ്പലുകൾ വന്ന കാര്യമൊക്കെ ചർച്ച ചെയ്തില്ലേ, അതിൻ്റെ അകത്തും ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞതുമൊക്കെ. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇപ്പം ഈ സിറിയ ചെയ്തിരുന്ന പോലെ, സിറിയയിൽ അസദ് കുടുംബം ചെയ്തിരുന്നത് ഡ്രഗ് കച്ചവടമല്ലേ, അതുപോലെ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് രാജ്യങ്ങൾ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ കൂടിയൊക്കെ കാശുണ്ടാക്കിയിട്ട് ഈ സംഘടനകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പല സ്ഥലങ്ങളിലേക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുക എന്നൊക്കെയാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നമുക്കെതിരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത്തരം ഈ കാർട്ടലുകളുടെ രാജ്യങ്ങളിലെ ബൊളീവിയൊക്കെ പോലെ അതുപോലെയൊക്കെ തന്നെ
അവസാനിക്കുന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഇന്ത്യ അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നില്ലേ? നമുക്ക് ഭീഷണിയല്ലേ അത്തരം പ്രവർത്തനങ്ങൾ? അപ്പോൾ നമ്മളതിനകത്ത് പ്രതിരോധിക്കാൻ എന്തെങ്കിലും ചെയ്യില്ലേ? ഇന്ത്യ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്, മറ്റുള്ളവർ ചർച്ച ചെയ്യാത്തത്. ഇങ്ങനെ അല്ലാതെ ഈ ഫോർ ബ്രദേഴ്സ് അലയൻസ് എന്നുള്ളത് നമുക്ക് കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയിട്ടുള്ള വിവരം തന്നെയാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.